അവൻ അനന്തൻ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞേക്കണം. ജീവ, അച്ഛാ, ഈ കാര്യത്തിൽ എനിക്കൊരു കോംപ്രമൈസ് ഇല്ല. ചതിച്ചവനെ കൊല്ലണം. സ്വാമി, മട്ടഞ്ചേരിന്ന് ക്രിസ്റ്റ്യൻ ടീമിനോട് ഇറങ്ങാൻ പറ. ഒരിക്കൽ ഞാൻ കൊല്ലാതെ വിട്ടത് ഞാനതിനെ അന്നത് ചെയ്താൽ മതിയായിരുന്നു. ജീവൻ, നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എടാ, ഇപ്പൊ എടുത്തിയാടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഈ മീഡിയാസ് ഒന്നും നിന്നെ വെറുതെ വിടില്ല. ദേ, മീഡിയാസിന്റെ പ്രഷർ കൂടി കൂടി വന്നാ ഈ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഒന്നും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല. അച്ഛ, പിന്നെ എന്ത് വേണമെന്ന് അച്ഛനീ പറയുന്നേ? അനന്തന്റെ കാല് പിടിക്കണം. ഞാൻ പോയി വാർത്ത കൊടുത്തവരുടെയൊക്കെ മുമ്പിൽ പോയി ഞാൻ തൊഴുതു നിൽക്കണം. ദേ, ഇപ്പൊ ഒരു ശാന്തത, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ആരെ എന്തു വേണമെങ്കിലും ചെയ്യാം. സ്വാമിക്ക് എന്താ തോന്നുന്നത്? ജയർ, രഘുസാറ് പറഞ്ഞതിലും കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാമി, പെട്ടെന്നൊരു പ്രൊവക്കേഷനിലേക്ക് പോയാ ആളുകളെ ബോധിപ്പിക്കാനാണെങ്കിലും സാറിനെ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചെയ്യട്ടെ സ്വാമി. അങ്ങനെ ജെആറിനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലേ കൊലപാതകം ഒരുപാട് കഴിഞ്ഞിരിക്കും സ്വാമി. അത് ജെആറിനെ അറിയുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. സാർ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഇൻകം സോഴ്സ്, നമ്മുടെ കമ്പനികളുടെ പ്രവർത്തന രീതി, പെട്ടെന്ന് ഇതിന്റെയൊക്കെ പ്രവർത്തനം വിട്ടുപോയാ നമ്മളാകെ കുഴഞ്ഞു പോയില്ലേ സാർ? ജീവ, നമുക്കിപ്പോ ചെയ്യാവുന്ന ഒരു കാര്യം, ഇന്ന് വൈകുന്നേരം നമ്മളൊരു പത്രസമ്മേളനം വിളിക്കുന്നു എന്നതാ. എന്തിനാച്ചാ? അവന്മാരുടെ വൃത്തികെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊടുക്കണം. ചുറ്റും നടക്കുന്ന ഈ കോലാഹലങ്ങളൊന്നും ജെആറിനെ ബാധിക്കുന്നില്ലെന്ന് നീ കാണിച്ചു കൊടുക്കണം. പത്രസമ്മേളനത്തിൽ നീ കാണിക്കുന്ന പക്വത, ശാന്തത, അത് മാത്രം മതി ആളുകളൊക്കെ വിശ്വസിക്കാൻ. ടിവിയിൽ കണ്ടിട്ടില്ലേ, കൊല്ലാൻ ഒരു മടിയില്ലാത്തവര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പോലെ ഇരുന്ന് സംസാരിക്കുന്നത്? അതുപോലെ ഒരു മൂഡ് പടം, അതാണ് നമുക്ക് ആവശ്യം. കറക്റ്റാണ് സാർ. ജീവനെതിരെ ഒന്നും സംസാരിക്കരുതെന്ന് ഹരിയോട് ഞാൻ പറഞ്ഞു. ഹരി അത് കേട്ടില്ല. ഇപ്പൊ അമ്മ കൂടി അത് ഏറ്റുപിടിച്ചാല് എന്തൊക്കെ ഇവിടെ സംഭവിക്കാന്ന് അറിയാമോ? എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണോ? ഇവിടുന്ന് രണ്ടുപേരെ ഇറക്കി വിട്ടാൽ എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റില്ലേ? അമ്മ വിവരമില്ലായ്മ പറയരുത്. ഇന്നു മുതൽ ആ ജീവനെതിരെ സംസാരിക്കുന്നത് വിവരമില്ലായ്മയായത്. കേട്ടിട്ട് സഹിക്കുന്നില്ലല്ലേ നിനക്ക്? ജെആറിനെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല. അതാണിപ്പോ നിന്റെ നിലപാട്. അതനുസരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ്. മുറിവുകൾ എന്റെ മനസ്സിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ജയർ. അതൊന്നും വെറുതെ ആവില്ല. പക്ഷെ അനന്ത, താൻ സൂക്ഷിക്കണം. അന്നത്തെ പോലെ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാനെന്താ വെറുതെ റോഡിലൂടെ കൈമീശി നടക്കുമെന്നാണോ തന്റെ ധാരണ? ജെആറിൽ നിന്ന് ഒളിക്കാനല്ല, എന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി തന്നെയാ. അനന്ത, എന്നെ എന്നല്ല, ഈ ഇഷ്യൂവിന്റെ പേരില് അയാളോ അയാളുടെ ആളുകളോ ഒരു കുഞ്ഞിനെ പോലും നോവിച്ച ആ നിമിഷം ജെആറിന്റെ അറസ്റ്റ് നടക്കും. പിന്നെ അയാള് സകല അന്വേഷണങ്ങളും നേരിടേണ്ടത് പോലീസ് കസ്റ്റഡിയിൽ നിന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. അതിന്റെയൊക്കെ രീതി അയാൾക്കറിയാം.
തൽക്കാലം ഇപ്പോ നമ്മളുണ്ടാക്കിയ കാർമേഘം ഒന്ന് പെയ്തൊഴിഞ്ഞ് തീരട്ടെ. അത് കഴിഞ്ഞ് JR-നുള്ള അടുത്ത സ്റ്റെപ്പ് കൊടുക്കാം. നമ്മൾ അവനെ വിടില്ല ഹരി. സാർ ഞാൻ കൂപ്പിട്ടുണ്ട് സാർ. കണ്ടു. ഞാനപ്പൊ ജീവന്റെ മുമ്പിലായിരുന്നു. എന്താ ശരവണ? സാർ ഇങ്ങ ആകെ പ്രശ്നമായിരിക്കും സാർ. എന്താടോ? നിത്യമ്മക്കും അമ്മാവുക്കും സണ്ടേ. സുജാത അമ്മ നിത്യമ്മ അടിച്ചാச்சு. അടിച്ചോ? ஆமா அதுதான் சார் நானும் யோசிக்கிறேன். അവർ രണ്ടുപേരും എவ்வளவோ പാസം വെച്ചിരുന്നവര്. എന്താ കാരണം? சார் அது ஒரு சேனலுக்கார் வந்திருந்தது. அவர் வந்து சுஜாதா அம்மாவை கிட்ட பேசும்போது நித்யாம உள்ள வந்து ஒன்னும் பேச வேண்டாம் இறங்கி போன்னு சொன்னேன். அது சுஜாதா அம்மாவுக்கு பிடிக்கல. அங்க இருந்து ஸ்டார்ட் பண்ண சண்டை தான் இது. எல்லாருக்கும் முன்னாடி நித்யாம இதை வர இந்த மாதிரி எதுவும் பண்ணல சார். சார் அந்த ஜீவன் சார் ஏதோ செய்திருக்கு. എന്നതോ പോട്ട് നിത്യാമ്മയെ ഭീഷണിപ്പെടുത്തിയിருக்கு. അതിനാല താൻ ഇന്ത മാറ്റമല്ല. ശരി, ഞാൻ അന്വേഷിക്കാം. നിത്യയോട് സംസാരിക്കാം. കണ്ടിപ്പാ പേശണം സാർ. നിത്യയുടെ ചേഞ്ചിന് മുന്നിൽ അവനായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ പോലും ചതച്ചു എന്ന് കരുതുന്ന സുജാതയ്ക്ക് ആകെയുള്ളൊരു കൂട്ടാണ്. അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. നീ ഫോൺ വെച്ചോ ശരവണ, ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാം. ആമാ ശരിങ്ക സാർ.